നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് വ്യൂ സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള കുറച്ച് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി വീഡിയോസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. അതിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള, അതായത് എൻ്റെ ഒരു ജാതകം നിങ്ങൾക്ക് പരിശോധിക്കാനായിട്ട് പറ്റും. കൂടുതൽ സക്സസ് റേഷ്യോ ഉള്ള രീതികളാണോ എന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അതിൽ ജോയിൻ ആയിട്ട് മൊത്തത്തിലൊന്ന് നോക്കുക. നല്ലതാണ്, നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റേ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം. ഒരുപാട് പേര് കയറി നോക്കിയിട്ട് ലീവ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. കാരണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെക്ക് ചെയ്യാനായിട്ട് കയറാം, അതിലൊന്നും പ്രശ്നങ്ങളില്ല. ശേഷം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ റൺ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഒരു എൻട്രി, കൃത്യമായിട്ടുള്ള ഒരു എക്സിറ്റ്, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രെയിലിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് നിഫ്റ്റിയെന്നോ ബാങ്ക് നിഫ്റ്റി, സ്വിംഗ് ട്രേഡ്, സ്റ്റോക്ക് ഓപ്ഷൻസ്, ഫോറക്സ്, കൊമോഡിറ്റി സെഗ്മെൻറ്റ്, ക്രിപ്റ്റോ, ഏതിലും നമുക്ക് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ വാല്യൂസൊക്കെ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. അതാണ് കസ്റ്റമൈസ്ഡ് ചാർട്ട് എന്ന് പറയുന്നത്. മന്ത്ലി പ്രീമിയം എടുക്കേണ്ട ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരു ചാർട്ടാണ്, ട്രേഡിംഗ് വ്യൂ പോലെ തന്നെ. അപ്പോൾ ഞാനിവിടെ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ കൂടുതൽ ഓപ്ഷൻ ബയ്യറാണ്. അതുകൂടാതെ തന്നെ ഞാനിവിടെ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഞാൻ ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത്. അതായത് ലോസ് വന്നവരോ അല്ലെങ്കിൽ സക്സസ് ആവാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണം കിട്ടുന്നതാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിനാണ് യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം കണ്ടൊന്ന് മനസ്സിലാക്കി, അതോടൊപ്പം ഞാൻ എൻ്റെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ തെളിഞ്ഞു വരും, കാണാം. അത് കണ്ടിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 9 തൊട്ട് 12 വരെ നിഫ്റ്റിയുടെ വ്യൂ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്. അത് രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈവ് വീഡിയോ കാണുക. നിങ്ങളതിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് സക്സസ് ആവാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യുക. കാരണം ഞാനൊരിക്കലും കോളോ ടിപ്പോ ഒന്നും കൊടുക്കുന്ന വ്യക്തിയല്ല. കാരണം ഇവിടെ എടുക്കൂ ഇവിടെ വിൽക്കൂ എന്നൊന്നും ഞാൻ പറയാറില്ല. ഒരു ഡീറ്റെയിൽ അനലൈസേഷനാണ് ഒരുമിച്ച് നടത്തുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്ത് ലോസ് വരുന്നവർ, ഓവർ ട്രേഡ് ചെയ്യുന്നവർ, റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, അതേപോലെ തന്നെ ഈ ടെൻഷൻ അടിച്ച് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. ഒറ്റക്കിരുന്ന് ട്രേഡ് ചെയ്ത് എന്തിനാണ് ഈ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പലരുമുണ്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കാര്യം സിമ്പിളാണെങ്കിലും വളരെ ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. പക്ഷെ അതൊരു ഗ്രൂപ്പായിട്ടിരുന്ന് ചെയ്യുമ്പോൾ, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് സംസാരിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു റിലീഫ് കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൊരു ഡിസ്കഷൻ റൂമാണ് രാവിലെ നമ്മൾ 9 തൊട്ട് 12 വരെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്നെ നേരിട്ട് വിളിക്കാം. അപ്പോൾ ഇന്നലത്തെ മൂവ്മെൻ്റ് ഒക്കെ വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകളൊക്കെ സിംഗിൾ ലോട്ടിൽ തന്നെ 13,000 ഒക്കെ എടുത്ത ആളുകളുണ്ട്, 46,000 എടുത്തവരുണ്ട്, 50,000 വരെയൊക്കെ എടുത്തവരുണ്ട്. കാരണം അതിൽ മൊത്തം ഫ്രൂട്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ലോസ് ഇല്ലാതെ ഡെയിലി കൺസിസ്റ്റൻ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. മാർക്കറ്റ് 1000 പോയിൻറ്റോ 2000 5000 ഒക്കെ മാർക്കറ്റ് പൊക്കോട്ടെ, അത് മുഴുവൻ എടുക്കാം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന് കിട്ടുമായിരിക്കും, പക്ഷെ നാളെ അത് പോകും. നമ്മൾ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ടൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ കീപ്പ് ചെയ്ത് ചെറിയ പ്രോഫിറ്റ് എടുത്ത് ക്യുമുലേറ്റീവ് ചെയ്ത് പ്രോഫിറ്റ് കൂട്ടി വെക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ വാലറ്റ് ഫുള്ളാവുന്നതാണ്. 100%, 200, 300 ഒക്കെ നമ്മൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ക്യാപിറ്റലിനെ അപേക്ഷിച്ച് അത് വർദ്ധിക്കുന്നതാണ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. വൈകുന്നേരം വരെ മാർക്കറ്റിൻ്റെ മുമ്പിൽ ഇരുന്ന് ആരോഗ്യവും കളഞ്ഞ് ടെൻഷൻ അടിച്ച് ഡിപ്രഷനായി ദേഷ്യമായി മറ്റുള്ളവരോട് ചിരിക്കാൻ പറ്റാതാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാക്സിമം പോവാതിരിക്കുക. കുറച്ച് സമയം നല്ലൊരു എൻട്രി വെയിറ്റ് ചെയ്യുക, നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ ടാർഗറ്റിൽ ഇറങ്ങി സേഫാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക്
ലോഡ് സൈസ് കൂട്ടിക്കൊണ്ട് പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു മൂവ് നടക്കുന്ന സ്പേസ് നമ്മൾ അനലൈസ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കണം. ആ അനലൈസിങ്ങിനെ 100% സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ 8:47 ആയിട്ടുള്ളൂ, നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:07 ബെല്ലടിച്ചു. 243 പോയിൻ്റാണ് ഇന്ന് മാർക്കറ്റ് ഓൾറെഡി ഗ്യാപ്പ് അപ്പ് ആയിരിക്കുന്നത്. മാറി മറിഞ്ഞും ഉള്ള ആ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് അപ്പായി നിൽക്കുന്നത്. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. മാർക്കറ്റ് ഇന്നലെ കുറച്ച് അനലൈസ് വൈകിപ്പോയി, അപ്പോൾ ഇന്നത്തെ സ്പീഡായിട്ട് തീർക്കണം. 21,996 മാർക്കറ്റ് നിൽക്കുന്നത്. പ്ലസ് 243 244 കൂട്ടാം. 244 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ് ആയിരിക്കുന്നത്. 244, അപ്പോൾ അത് 22 240 22 21,996 കറക്റ്റ് അല്ലേ? 21,996 പ്ലസ് 245 പോയിൻ്റ്, അതായത് 22 241. അപ്പോൾ 22 241 എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇവിടെ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. അപ്പോൾ 22 242 മാർക്കറ്റ് നിലവിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ഓപ്പൺ ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഓപ്പൺ ചെയ്തിട്ട് സംഭവിക്കാൻ പോകണം. ഒന്ന്, ഒരു റെസിസ്റ്റൻ്റ് ലെവലായ 22,497, ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 22,497 വരെ മാർക്കറ്റ് പോകും. അവിടെ റെസിസ്റ്റൻ്റ് വിത്ത് കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. അതുകൂടാതെ ഈ ഒരു ബോക്സിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി കൺസോൾട്ടേഷൻ ആവാനായിട്ട് പോകുന്നത്. അതിനുശേഷമായിരിക്കും അവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 23,211 ഇട്ട് പോവുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ മാർക്കറ്റ് അവിടെ നിന്ന് ഡൗണിലേക്കാണെങ്കിൽ മാർക്കറ്റ് തിരിച്ച് എങ്ങോട്ട് വരും? 21,954 മാർക്കറ്റ് ഫാളാവും. അവിടെ നിന്നും മാർക്കറ്റ് ഫാളായാൽ എഗെയിൻ ലോ ലെവലായ ഈ ഭാഗത്തേക്ക്, അതായത് 21,469 ഇട്ട് മാർക്കറ്റ് വരും. ഇതാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ലെവൽ. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് നല്ല രീതിയിൽ അപ്പിലേക്ക് പോയാൽ എവിടം വരെ പോകാം എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ 21,996 പ്ലസ് നമുക്കൊരു 421 പോയിൻ്റ് കൂട്ടാം. 22,417. 22,417 എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 22,417 22,399. അപ്പോൾ അതിൻ്റെ ഒരു വിക്ക് എന്ന് പറയുമ്പോൾ 417 എന്ന് പറയുമ്പോൾ 497 വരെയൊക്കെ വരാം കേട്ടോ. അപ്പോൾ മാക്സിമം ഇപ്പോൾ താൽക്കാലികമായിട്ട് മൂവ് ചെയ്യാനായിട്ട് പോസിബിലിറ്റിയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 22,497. അവിടെ 22,417 22,497 തന്നെയാണ് മെജോറിറ്റി റെസിസ്റ്റൻ്റ് ഏരിയ. വേറെ എന്തെങ്കിലും കൂടെ കാണണം. 417 എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു സാധനം. 22,416.40 ഒരു ചെറിയ റെസിസ്റ്റൻ്റ് ഉണ്ട്. അവിടെ ആദ്യത്തെ റിജക്ഷൻ, അതായത് ട്രെൻഡ്, അതായത് 22,242 എന്നുള്ള ആ ഒരു ലെവല് കണ്ടിന്യൂ ചെയ്ത് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ റിജക്ഷൻ വരുന്നത് 22,416 ആയിരിക്കും. അവിടെ നിന്നും പിന്നെ ബ്രേക്ക് ചെയ്ത് സെക്കൻഡ് ബ്രേക്ക് ഔട്ടിലായിരിക്കും 22,525 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ഈ ലൈൻസൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ.
മാർക്കറ്റ് താഴത്തേക്ക് വന്നാൽ എവിടത്തേക്ക് വരും എന്നുള്ളതും കൂടെ നമ്മൾ നോക്കണം. 21,996 മൈനസ് 421, 21,575. 21,575 എന്താ ഉള്ളത്? എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ലോഡാവുന്നില്ല. 575 21,583 ആ ഭാഗത്ത് ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. എന്നാലും നമുക്ക് ഈ ഭാഗത്തേക്ക് പ്രതീക്ഷിക്കാം. 22,571, 582. അതിൻ്റെ ഒരു വിക്ക് 571 ഭാഗത്തേക്കൊക്കെ വരാം. അപ്പോൾ സേഫായിട്ടുള്ള മൂവ് നമുക്ക് 571 എന്നുള്ളത് 593 പ്രതീക്ഷിക്കാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. 9:13 നമ്മൾ സി സെലക്ട് ചെയ്യാം. സിയിൽ നിലവിൽ 200 സംതിങ് പോയിൻ്റല്ലേ അപ്പായിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടാൻ അത്യാവശ്യം ചാൻസ് ഉള്ളത് 146, 22,100 സി നോക്കാം. പിയിൽ മൈനസ് ആവണമെന്നുണ്ടെങ്കിൽ 200 പോയിന്റ് മൈനസ് 22,100 തന്നെ നോക്കാം. 100 സി, 100 പി, ബാക്കി അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം. 22,100 സി, 22,100 പി. അപ്പോൾ സിയിൽ 1 ക്ലിക്കൊക്കെ എടുത്ത് വെച്ചേക്കാം. 15 മിനിറ്റ്സിൽ 2 മിനിറ്റിൻ്റെ RSI ഇടാം. 9:14 ഇവിടെയും 2 മിനിറ്റ് ഇടാം. അപ്പോൾ ഏത് നിമിഷവും പിയിലേക്ക് മാർക്കറ്റ് പോകാം. അതായത് മേജർ സപ്പോർട്ട് ഏരിയ എന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. മാർക്കറ്റ് എന്തായാലും ഓപ്പൺ ആവട്ടെ. സി RSI ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. മേളിലോട്ട് പോയാലും ഗ്യാപ്പ് വലിയ മൂവ്മെൻ്റ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 212 ബ്രേക്ക് ചെയ്താൽ 225 സിയുടെ മൂവ്മെൻറ്റ്. പി നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 284 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 261 ഫാളാവും. പിന്നെ ഇവിടെ അപ്പർ സൈഡ് വിക്ക് ടച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് സിയിൽ നമുക്ക് എത്ര 212 നിന്ന് 225 വരെ ഒരു മൂവിനായിട്ടുള്ള സാഹചര്യങ്ങൾ നിലവിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അപ്പം നോക്കാം. എന്തായാലും ഇവിടെ SMA ടച്ച് ചെയ്യാനൊക്കെ നിൽപ്പുണ്ട്. വെറുതെ ധൃതി പിടിക്കണ്ട. ഇവിടെ താഴത്തേക്കുള്ള കൺസോൾട്ടേഷൻ സോണിലേക്കുള്ളൊരു മൂവ് കാണുന്നുണ്ട് പിയിൽ. അപ്പോൾ പി നെക്സ്റ്റ് 2 മിനിറ്റിൻ്റെ ക്യാൻഡിലിൽ ഒരു പരിപാടി നടത്തിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. RSI ഇവിടെ ക്രോസ് ഓവർ ആവാൻ വേണ്ടി നിൽക്കുകയാണ്. സിയിൽ 212 ബ്രേക്ക് ചെയ്താൽ 225 ഒരു മൂവ്മെൻറ്റ് കിട്ടിയതിന് ശേഷമായിരിക്കും സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. 212, 213, 215 ഇത്ര വരെ പോയിട്ടുള്ളൂ. നെക്സ്റ്റ് ക്യാൻഡിൽ, അടുത്ത ക്യാൻഡിൽ അറിയാൻ മൂവ്. ഇരുന്നൂറ്റി 214, 217, 218,
ഞാൻ പി എൽ ഒരു ബൈ പ്ലാൻ ചെയ്യാണ്. ആവറേജിങ് ആണ് ഉദ്ദേശം. ഞാൻ നെക്സ്റ്റ് ക്യാൻഡലിൽ നിലവിലുള്ള ലോവിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് പി എൽ പ്ലാൻ ചെയ്തത്. പി എൽ പ്ലാൻ ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴത്തൊരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. ആ സോൺ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. ആവറേജിങ് ആണ് ഉദ്ദേശം. താഴത്തോട്ട് പോയാൽ ആവറേജ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഈ ഒരു 315 എന്തായാലും ടച്ച് ചെയ്യും. 315 ബ്രേക്ക് ചെയ്താൽ 360 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 315 ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. 315 ടച്ച് ചെയ്തിട്ടുണ്ട്. 315 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 307 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ 360 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. 322 എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ട്. 320, 321. അപ്പോൾ ഇവിടെ ഈ റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യണം. ഓക്കെ, ഓൾമോസ്റ്റ് ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് 900. ഞാൻ അവിടെ 900-ൽ ബ്ലോക്ക് ചെയ്തു. ബാക്കി മാർക്കറ്റിൻ്റെ വഴി പോട്ടെ. അത് എക്സ്ചേഞ്ച് ചെയ്ത് പോകും. അത് 345 350 എക്സ്പാൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട്. 350 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് കണ്ടിന്യൂസ് പിന്നെയും പോകും. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്തി നിൽക്കുകയാണ്. റെഡിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇനി അവിടെ കുറച്ച് നേരം കൂടുതൽ കൺസോൾട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻ്റ് മൂവ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ട്രേഡർ എങ്ങനെ പ്രോഫിറ്റ് എടുത്ത് മാറണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് റൗണ്ട് ചെയ്ത് ആ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മളുടെ എൻട്രി ഒരു പോയിന്റ് പോലും 350 ബ്രേക്ക് ചെയ്താൽ പിന്നെ 364 മാർക്കറ്റ് പോകുന്നത്. 350 വരെ പോയിട്ടുണ്ട്. കറക്റ്റ് 350 ആണ് മാർക്കറ്റ് ടച്ച് ചെയ്ത് നിൽക്കുന്നത്. ആ 350 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 364 പോകത്തുള്ളൂ. അപ്പോൾ അവിടെ കൺസോൾട്ടേഷൻ സോണാണ്. ഈ SMA അല്ലെങ്കിൽ ഈ ഒരു റെഡ് ലൈനിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ഒരു ഫാളായിരിക്കാം. ആ ഫാള് ഈ റെഡ് ലൈനിലേക്ക് വരാം. ആദ്യത്തെ ടാർഗറ്റ് അത് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു തീരുമാനം എടുത്തത്. 15 മിനിറ്റ്സിൻ്റെ ആദ്യത്തെ മൂവ്മെൻറ്റ്. ഇപ്പോൾ അത് ഈസി ആയിട്ട് രാവിലത്തെ പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണാണ്. അപ്പോൾ നമുക്ക് എത്ര പോയിന്റ് കിട്ടി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് 290 മുതൽ 350 വരെ 372 ആയിട്ടുണ്ട്. ട്രെയിൽ ചെയ്ത് അത് പൊക്കോട്ടെ. 380 ആയിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് ഡോട്ട് എത്തിയിട്ടുണ്ട്. 400 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. 400 ബ്രേക്ക് ചെയ്താൽ 442 ആണ്. ഓൾമോസ്റ്റ് വൈറ്റ് ഡോട്ടാണ് മാർക്കറ്റ് എത്തി നിൽക്കുന്ന സ്ഥലം. വൈറ്റ് ഡോട്ട്. അപ്പം 388 വരെ 9:21 ആയപ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ നമ്മൾ 380 കൂട്ടിയാൽ മതി. അതിൽ കൂടുതലൊന്നും കൂട്ടണ്ട. കാരണം 2 മിനിറ്റിൻ്റെ RSI ഈ ക്രോസ് ഓവർ കണ്ടു. ഗ്രീനിലേക്ക് ടച്ച് ചെയ്തപ്പോൾ വൈറ്റ് ഡോട്ടിൽ ഹിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. അപ്പോൾ രാവിലത്തെ ട്രേഡ് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട്. ഇനി 400 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 434 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. 400 ബ്രേക്ക് ചെയ്താൽ അഡീഷണൽ പിന്നെ സെക്കൻഡ് കിട്ടുന്ന 430 പോയിന്റിലേക്ക് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 290 മുതൽ 433 വരെ സെക്കൻഡ് ടാർഗറ്റ് ഡൺ.
ഒരു 430 നമുക്ക് ട്രെയിൽ ചെയ്തങ്ങ് വെച്ചേക്കുക. 430 അല്ലെങ്കിൽ 429 ട്രെയിൽ ചെയ്തങ്ങ് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡൗണിലേക്ക് പോരുന്നുണ്ട്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ബേസ് ലെവലിലാണ് നിൽക്കുന്നത്. അടുത്തത് അവിടെ നിന്നും കൂടെ ഡൗൺ ആയി കഴിഞ്ഞാൽ 21,593 മാർക്കറ്റ് വരുന്നത്. 10-20 പോയിന്റിൽ ട്രെയിൽ ചെയ്ത് വെക്കുന്ന പരിപാടി അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ അങ്ങ് കിടന്നോളും. ആർക്കും ഒരു ശല്യവും ഇല്ല. ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എവിടം വരെ പോകാൻ കിടപ്പുണ്ട്? 495 വരെ മാർക്കറ്റ് പോകാനായിട്ട് കിടപ്പുണ്ട്. സ്റ്റക്കായെന്ന് തോന്നണല്ലോ. ആപ്പിൽ ചെറിയൊരു സ്റ്റക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി 431 പരിപാടി എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ളത് 430 ട്രെയിൽ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം. കയറേണ്ടടുത്ത് കയറി ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രോഫിറ്റാണ്. അതല്ലാതെ നമ്മൾ 426 മറ്റോ ആണ് പറഞ്ഞത്. അവിടെ ഇറങ്ങിയില്ല എന്നുണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ കിട്ടിയത് മുഴുവൻ 130 എവിടെ പോയോ അതേപോലെ മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ തിരിച്ച് എങ്ങനെയാണ് കയറി പോകണമെന്ന് നോക്കിയേ. അത് 160 എത്ര 80 നിന്ന് തിരിച്ച് കയറാൻ തുടങ്ങിയ സാധനം വീണ്ടും 160 ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എവിടെ കയറണം, കൃത്യമായിട്ട് എവിടെ ഇറങ്ങണം എന്നുള്ള നമ്മളുടെ ഇൻട്രഡക്ഷൻ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ 130 130. ഒരു സിംഗിൾ ലോട്ടിൽ 2500 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, പ്രോഫിറ്റബിളായി, കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടന്നു. 9:29 ആയിട്ടുള്ളൂ. സ്വപ്നങ്ങളിൽ പോലും ഇതേപോലത്തെ മൂവ്മെൻ്റ് ഒന്നും കിട്ടത്തില്ല. അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടിന്യൂസ് ഫോളോ ചെയ്യുന്നു. അതേപോലെ തന്നെ ഗ്രൂപ്പായിട്ടിരുന്ന് ട്രേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ഒരുവിധം മാക്സിമം എല്ലാവരും രാവിലെ 9:00 മുമ്പ് പ്രോഫിറ്റബിളാണ്. ഇനിയുള്ള സമയം നമ്മൾ ചാർട്ടിനെ റെസ്പെക്റ്റ് ചെയ്ത് ഡിസിപ്ലിനായിട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. നമുക്ക് ഒരു രാത്രി കൊണ്ട് സക്സസ് ആവണമെന്നോ കോടീശ്വരന് വേണ്ട ലക്ഷപ്രഭു ആവണമെന്നോ നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഡിസിപ്ലിൻ ഇനി 9:30 ഇനി നാളെ 9 മണി വരെ നമുക്ക് നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി നടക്കാം. അങ്ങനെ കുറേശ്ശെ ക്യുമുലേറ്റീവ് ചെയ്ത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ആരോഗ്യപരമായിട്ട് നാളുകൾ മുഴുവൻ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസിപ്ലിൻ ആയിരിക്കണം. നമ്മൾ പറഞ്ഞ പ്രകാരം താഴത്ത് പോയി എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സായേ, ഇന്നലത്തെ അതേ സെനാരിയോ താഴത്ത് കറക്റ്റ് ഈ ഒരു ബോട്ടം ലെവലിൽ റിവേഴ്സ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു. സെക്കൻഡ് റിവേഴ്സ് ആവാനായിട്ടുള്ള ചാൻസ് 21,722 ആയിരുന്നു. ഇനി മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇത് കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ ഉച്ചവരെ കൺസോൾട്ടേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ വീഡിയോ കാണുന്നവരാണെങ്കിലും ശ്രദ്ധിക്കുക, ഇത് കൺസോൾട്ടേഷൻ സോണാണ്. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുമ്പോൾ 21,883 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് 21,593 21,439 ഫാളാവും. മാർക്കറ്റ് ഈവൻ അപ്പാണെങ്കിൽ മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഭാഗം വരെയൊക്കെ വരണം. അതായത് എവിടെ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തോ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും വരണം. അതിനു മുമ്പ് SMA ഒന്ന് ടച്ച് ചെയ്യാനുണ്ട്. ഈ ഗ്രീൻ അത്ര സുഖമുള്ള ഗ്രീനല്ല. 22,160 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും എങ്ങോട്ട് പോകും? ഒരു ഫാൾ ബ്രേക്കൗട്ട് ചിലപ്പോൾ 22,242 ഇട്ടുണ്ടാവാം. അതിനുശേഷം അവിടെ നിന്നൊരു ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടിയാൽ 22,416. അവിടെ നിന്ന് അടുത്ത ബ്രേക്കൗട്ട് കിട്ടിയാൽ 22,547. ഇതാണ് ഇനിയുള്ള ഇന്നത്തെ വ്യൂ. ഇനി കൺസോൾട്ടേഷനാണ്. ഈ റെഡിനും ഈ ഗ്രീനിനും പുറത്തു പോകാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്കാൽപ്പിംഗ് മാത്രമാണ്. 2-3 പോയിൻ്റ് സ്കാൽപ്പിംഗ് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പം അതുവരെ മാർക്കറ്റ് ഇങ്ങനെ ഈ ഗ്രീനൊന്നും അത്ര വലിയ ഗ്രീനൊന്നും ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് താഴത്തേക്ക് സപ്പോർട്ട് എടുക്കാൻ വരണം. പ്രീവിയസ് കൺസോൾട്ടേഷനാണ്, ഡബിൾ കൺസോൾട്ടേഷൻ സോണാണ്, ഹൈലി ഡേഞ്ചറസ് ഏരിയ ആണ്. സ്വസ്ഥമായിട്ട് മാറി നിൽക്കാം. കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് വേണ്ടി കാത്തിരിക്കാം. ഇന്ന് RBIയുടെ മീറ്റിംഗ് ഉണ്ട്. 8-ാം തീയതി 7-ാം തീയതി അവരുടെ വേറെ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു സത്യപ്രതിജ്ഞ കഴിയണ വരെയൊക്കെ എന്തായാലും ഈ ആഴ്ച ഇനി പക്ക കൺസോൾട്ടേഷനും ഹൈ ഫ്ലക്ച്വേഷനൊക്കെ ആയിരിക്കും. അപ്പോൾ കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് മാറിയിട്ട് മാർക്കറ്റിനെ നോക്കി കാണുക.
അടുത്ത തിങ്കളാഴ്ച തൊട്ട് ഇനിയൊരു കണ്ടിന്യൂവേഷൻ മൂവ് മാർക്കറ്റിൽ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, എൻ്റെ രീതികൾ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം. നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് സക്സസ് ആവാം. പഠിക്കാനുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.